ഉവൈസൽ ഖർനി റഹിമഹുല്ലാ അള്ളാഹുവിന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു താബിഈയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും അള്ളാഹിന്റെ പ്രവാചകരെ കണ്ടിട്ടില്ലാന്ന്, ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആലോചിച്ചോക്കി, അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാം. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ, നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് ജീവിക്കാൻ പറ്റിയിരുന്നുവെങ്കില്, ആ കാലഘട്ടത്തില് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട മക്കത്ത് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കില്, അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റിയിരുന്നെങ്കില്, മദീനയിൽ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കില് എന്നൊക്കെ നമ്മുടെ ബാലിശമായ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാ. പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിക്കാൻ പോയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഹറമിലൂടെ ഇങ്ങനെ പാറി നടക്കുന്ന പ്രാവുകളിൽ ഒന്നായി തീരാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. ഇല്ലേ, ആ പ്രാവുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രാവുകൾ ഇങ്ങനെ പാറി നടക്കും. ഈ പ്രാവുകളിൽ ഒന്നാവാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത്, ആ മരുഭൂമിയിലെ ഒരു മണൽത്തരിയെങ്കിലും ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നമ്മള്. എന്നാൽ ആ കാലഘട്ടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഉവൈസൽ ഖർനി റഹിമഹുല്ലാ. പക്ഷേ അത്ഭുതം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സലാം പറഞ്ഞയച്ചു പരിചാരകരുടെ അരികിൽ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. തന്റെ അനുചരന്മാരെ അടുത്ത് പറഞ്ഞയക്കുകയാണ് ഉവൈസൽ ഖർനിയോട് അറിയിപ്പ് നൽകുവാൻ. എന്തിനാ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ തക്ക രൂപത്തില് എന്ത് അത്ഭുതം അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? വീട്ടില് പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു. പ്രായമായ ഉമ്മയെ പരിചരിക്കുന്ന വിഷയത്തിൽ അത്രയേറെ ജാഗ്രത കാണിച്ചിരുന്ന, അത്രയേറെ ശ്രദ്ധ കാണിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഉവൈസൽ ഖർനി റഹിമഹുല്ലാ. ഉമ്മാനെ പരിചരിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം. റസൂലിനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ ഉമ്മാനെ ആരാ നോക്കുക, എന്റെ ഉമ്മക്കാരാ വെള്ളം കൊടുക്കുക, എന്റെ ഉമ്മന്റെ ആവശ്യങ്ങൾ ആരാ പൂർത്തിയാക്കി കൊടുക്കുക, എന്റെ ഉമ്മൻ ആരാ പരിചരിക്കുക എന്നുള്ള ആദിയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ നിന്നും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത്. പകരമായി കൊണ്ട് പടച്ചോൻ കൊടുത്ത പുണ്യം എന്താ? അള്ളാന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞയക്കുക. അത്രയേറെ പ്രാധാന്യമുണ്ട്, അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ.